വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കൊലോസ് ലേഖന പഠനമാണ് നാം ആരംഭിക്കുവാൻ ആഗ്രഹിച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് നാം ആരംഭിച്ചത്. ആ പഠനത്തിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. കൊലോസ്യരുടെ ലേഖനം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ. സാധാരണ ക്ലാസ്സുകൾക്ക് മുമ്പ് നാം ഒരു വാക്ക് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കിന്നും ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ ശ്രമവും പഠനവും ചിന്തകളും ആലോചനകളുമെല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പലയിടത്തായി ഇന്ന് നമ്മളോടൊപ്പം കേൾക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഈ ദൈവവചന പഠനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് ഈ പഠനം അവരുടെ ആത്മീക യാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. കുറച്ച് സമയം പാഴാക്കുന്ന കാര്യങ്ങളാകരുത്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം പറയാനുള്ളത് പറയും, പക്ഷെ നാം അതെങ്ങനെ കൈക്കൊള്ളുന്നു സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനമാണ്. നാം കേട്ടില്ല ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അവസാനം ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് ന്യായമായി ദൈവം സ്വീകരിക്കും. നമുക്ക് നമ്മോട് തന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം, മനഃപൂർവ്വം ഏൽപ്പിക്കുക. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യർക്കാർക്കും കണ്ടുകൂടാത്തവനും കാണാൻ കഴിയാത്തവനുമായി കെരൂബുകളും സറാഫുകളും മാലാഖമാരും ദൂതഗണങ്ങളും സ്വർഗീയ സൈന്യങ്ങളും ഇവയാൽ ചുറ്റപ്പെട്ട് വന്ദിക്കപ്പെട്ട് ആരാധിക്കപ്പെട്ട സ്വർഗീയ പ്രഭാവത്തിൻ്റെ നിറവിൽ ആത്മസ്വരൂപനായി വാഴുന്ന അത്യുന്നതനും മഹോന്നതനുമായ ദൈവമേ, മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിക്കുകയും അവൻ്റെ ഉള്ളിൽ ആത്മാവിനെ നൽകിത്തരികയും ചെയ്ത അത്യുന്നതനായ ദൈവമേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ആത്മാ സ്വഭാവം നൽകി തന്നിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് ജീവനുള്ള അങ്ങയുമായിട്ട് ആത്മസ്വരൂപനായ അങ്ങയുമായിട്ടൊരു ബന്ധം ആഗ്രഹിക്കുകയാണ്. ആ ഒരു വിശപ്പും ദാഹവും ഞങ്ങൾക്കുള്ളവരാണ്. ആത്മീകമായുള്ള ലക്ഷ്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളൊരു ആത്മീക യാത്രയിലാണ്. ഈ യാത്രയിൽ ആവശ്യമായിരിക്കുന്ന പ്രകാശം അങ്ങയുടെ വചനത്തിലൂടെയാണ് നൽകപ്പെടുന്നത്. കൊലോസ് ലേഖനത്തിലൂടെ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ ആത്മീക നന്മകൾക്കായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇവിടെയും പലയിടത്തായി ഇന്ന് ഞങ്ങളോടൊപ്പം ഈ വചന പഠനത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങയുടെ മുമ്പാകെ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം കൃപയും എല്ലാവരുടെ മേലുണ്ടാകണം. കുറവുകളെല്ലാം പൊറുക്കണം, ബലഹീനതകൾ ക്ഷമിക്കണം. എല്ലാത്തിനും കാരണമായി തീർന്ന വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൊലോസ് ലേഖനത്തിൻ്റെ 2ാമത്തെ പാഠത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പഴയ പാഠത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ നാം ഒരു കാര്യം വളരെ വ്യക്തമായി കൊലോസ പട്ടണത്തെക്കുറിച്ച് കണ്ടു. 3 പട്ടണങ്ങൾ അടുപ്പിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആ പട്ടണത്തിന് ചുറ്റുമുള്ളത്. ഭൂമി കുലുക്ക സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കൊലോസ്യ പ്രദേശം. ഭൂമി കുലുക്കം, അതായത് എർത്ത്ക്വേക്ക് പലപ്പോഴും സംഭവിച്ചുള്ള പട്ടണമാണ്. AD 60 ഈ 3 പട്ടണങ്ങൾ ലാവോദിക്ക, ഹെയ്രപ്പോളിസ്, കൊലോസിയ ഈ 3 പട്ടണങ്ങളും ഭൂമി കുലുക്കത്താൽ ഏകദേശം ഭാഗികമായിട്ടും സമ്പൂർണമായിട്ടുമെല്ലാം ബാധിച്ച പട്ടണങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ആ പട്ടണക്കാർ വളരെ വേഗത്തിൽ തന്നെ അത് പുതുക്കി പണിയുകയുണ്ടായി. ഇപ്പോൾ കൊലോസ എന്ന് പറയുന്ന സ്ഥലം ഒരിക്കൽ കമ്പിളി വ്യവസായത്തിൽ പ്രസിദ്ധി നേടിയ സ്ഥലമായിരുന്നു. കമ്പിളി വ്യവസായം കൂടാതെ കൂടുതലും പുറംജാതികളാണ് കൊലോസിയ പട്ടണത്തിൽ താമസിക്കുന്നത്. നമ്മൾ ഈ ലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമുഖമായി പറയുന്ന കാര്യങ്ങളിൽ ചില ചരിത്രപരമായ കാര്യങ്ങളുണ്ടാകും. അത് മാത്രമായി നമ്മൾ ചുരുക്കില്ല. ചില ആത്മീയ സത്യങ്ങൾ പറയുന്നതോടൊപ്പം കൊലോസിയ പട്ടണത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും അതിൻ്റെ സ്ഥാനവും മറ്റും നാം പറഞ്ഞ് മുന്നോട്ട് പോകും. അപ്പം നാം കണ്ടു കൂടുതലും പുറംജാതികളാണ് കൊലോസിയ പട്ടണത്തിൽ വസിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കൊലോസ് 2:13 ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും: അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അംഗചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്ന പുറംജാതികളുടെ ലോകത്തിലേക്കാണ്.
ഇപ്പൊ അവിടെ ഭൂരിപക്ഷവും പുറജാതികളാണെന്ന് കാണാം. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ മാത്രമെന്നല്ല. വളരെ ശക്തമായ യഹൂദ സമൂഹത്തിന്റെ സാന്നിധ്യവും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഒരു യഹൂദ സമൂഹവും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഏകദേശം BC 223, BC താഴേക്കാണ് എന്ന് നമുക്കറിയാം. BC 223 മുതൽ 187 BC വരെ ഭരിച്ച ആന്റിയോക്കസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി യഹൂദന്മാരായിട്ടുള്ളവരെ പലയിടത്തുനിന്നും ഈ പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഇടവന്നു. എങ്ങനെയാണ് ഇത്രമാത്രം യഹൂദ സമൂഹം ഈ പട്ടണത്തിൽ ഉണ്ടായത്? ഇപ്പൊ ഈ ആന്റിയോക്കസ് എന്ന് പറയുന്ന ഈ ചക്രവർത്തി പല സ്ഥലത്ത് നിന്ന് യഹൂദന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. കമ്പിളി വ്യവസായത്തിന്റെ പേരിലും പല രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന യഹൂദ ആൾക്കാർ അവിടെ കടന്നു വന്നു. കമ്പിളി വ്യവസായത്തിന് പ്രസിദ്ധമാണ്. മാത്രമല്ല അവിടെ ഹീരോപോളിസ് എന്ന് പറയുന്ന ഈ നഗരത്തില് ഒരു ചൂട് നീരുറവയുണ്ട്, ഹോട്ട് സ്പ്രിങ്സ്. അതിൽ ചില ഔഷധ ഗുണങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിലാകർഷിക്കപ്പെട്ടവരും വളരെയധികം ഈ കൊലോസിയ പട്ടണത്തിലേക്ക് കടന്നു വരുന്ന കുടിയേറി പാർക്കാൻ ഇടവന്നു. ഇതെല്ലാം കൂടെ ചേർന്നാണ് അംഗസംഖ്യയില് യഹൂദ ജനങ്ങൾ വർദ്ധിച്ചത്. കൊലോസിലുള്ള കർത്താവിന്റെ സഭയ്ക്ക് ഭീഷണിയായി തീർന്ന ദുരുപദേശങ്ങളും സംഭവ വികാസങ്ങളും പുറലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറജാതികളുടെ ലോകത്തിൽ നിന്നും യഹൂദ ലോകത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. നമ്മൾ കൊലോസ് ലേഖനത്തിന്റെ പഠനത്തിന്റെ 2ാമത്തെ ക്ലാസ്സിലാണ് നാം നിൽക്കുന്നത്. ഒരു ക്ലാസ്സിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയണം. എവിടെയാണ് കൊലോസ്യ പട്ടണം? അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് 2 പട്ടണങ്ങൾ ഹീരപോളീസും ലാവോദിക്കയും. വളരെ അടുത്തടുത്താണ് ഈ 2 പട്ടണങ്ങൾ നിൽക്കുന്നത്. എന്താണ് ഈ പട്ടണത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന്, ഏറ്റവും വലിയ ഒരു ഹെറസി അല്ലെങ്കിൽ ഒരു മതവിരുദ്ധമായ സത്യവിരുദ്ധമായ അവസ്ഥകൾ എന്തായിരുന്നു എന്ന് നമുക്കിവിടെ അന്വേഷിക്കുമ്പോൾ കൃത്യമായി നമുക്കതിനെ കണ്ടെത്താൻ കഴിയില്ല. എങ്കിലും അപ്പോസ്തലന്റെ കത്തുകളിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ അപ്പോസ്തലന്റെ കത്തുകളിലൂടെ അല്ലാതെ കൊലോസ എന്ന പട്ടണത്തെക്കുറിച്ചുള്ള പരാമർശനം വളരെ പണ്ട് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഇന്ന് തുർക്കിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പട്ടണത്തിന്റെ സ്ഥാനം. ടർക്കിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇന്ന് ഈ പട്ടണത്തിന്റെ സ്ഥാനം. മറ്റ് 2 സ്വാധീന നഗരങ്ങൾ നമ്മൾ പറഞ്ഞു. ലാവോദിക്ക ഏകദേശം കൊലോസിൽ നിന്ന് 20 മൈൽ പടിഞ്ഞാറായിട്ടാണ് ഈ ലാവോദിക്ക എന്ന പട്ടണം കിടക്കുന്നത്. ഈ പുസ്തകത്തിന്റെ അകത്ത് ലാവോദിക്കയുടെ പരാമർശം കാണാം. ഹീരപോളീസ് എന്ന് പറയുന്ന പട്ടണമാണെങ്കിൽ 13 മൈൽ തെക്ക് പടിഞ്ഞാറാണ്. 13 മൈൽ തെക്ക് പടിഞ്ഞാറാണ് ഹീരപോളീസ് പട്ടണമുള്ളത്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനൊരു വാക്യം കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം, അത് ഹീരപോളീസിലാകട്ടെ ലാവോദിക്കയിലാകട്ടെ, അവിടെയെല്ലാം ദൈവമക്കളുടെ ചെറിയ സമൂഹങ്ങളുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കും, ഇപ്പൊ കൊലോസിലേക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുന്നത് നിങ്ങൾക്കും ലുവോദിക്കയിലുള്ളവർക്കും, ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. പൗലോസ് അല്ല ഇവിടെയുള്ള സഭ സ്ഥാപിച്ചത്. ഉദാഹരണം നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ പൗലോസ് അവർക്ക് എഴുതുമ്പോൾ വ്യക്തമായി പറഞ്ഞു, കൊലോസ് സഭയോട് പറയുമ്പോൾ നിങ്ങൾക്കും ലുവോദിക്കയിലുള്ളവർക്ക്. അപ്പൊ ലുവോദിക്ക എന്ന പട്ടണത്തിലും വിശ്വാസികളുടെ ഒരു ചെറിയ സമൂഹമുണ്ടെന്ന് അവിടെ തെളിയുന്നു. 4-ാം അധ്യായം 13-16 നമ്മൾ വായിക്കുമ്പോഴും നിങ്ങൾക്കും ലുവോദിക്കക്കാർക്കും ഹീരപ്പോലിക്കാർക്കും അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഞാൻ സാക്ഷി. എപ്പഫ്രാസിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ 3 പട്ടണങ്ങളുടെ പേര് കണ്ടു. എഴുതുന്നത് കൊലോസ് സഭയോട്, അതോടൊപ്പം അവിടെ പരാമർശിച്ചത് ലുവോദിക്കാർക്കും ഹീരപ്പോലിക്കാർക്കും വേണ്ടി അവർ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലുവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുകയും നിങ്ങളുടെ ഇടയിൽ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലുവോദിക്കൽ കൂടി വായിപ്പിക്കുകയും ലുവോദിക്കൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുകയും. ഇപ്പൊ ഏതാണ് ലുവോദിക്ക സഭയുടെ കത്തെന്നതിനെ കുറിച്ച് സംശയമുണ്ട്. അതൊരു വലിയ വിവാദ വിഷയമാണ്. നമ്മൾ ആ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്? കൊലോസ പട്ടണം. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം കൊലോസ പട്ടണത്തിൽ എഴുതുകയാണ്. അടുത്തടുത്ത 3 പട്ടണങ്ങളിൽ ഒന്നാണ് കൊലോസ പട്ടണം. കൊലോസ പട്ടണത്തിന്റെ പ്രസിദ്ധി നമ്മൾ കണ്ടു. കമ്പിളി വ്യവസായം. ആ പട്ടണത്തിൽ പുറജാതികളുമുണ്ട്, യഹൂദ ജാതികളുമുണ്ട്. ഈ പട്ടണത്തിന് മുമ്പ് സുവിശേഷം എത്തിച്ചേർന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. എഫെസോസ് പട്ടണം കൊലോസ് പട്ടണത്തിൽ നിന്ന് 120 മൈൽ പടിഞ്ഞാറാണ്.
കൊലോസ പട്ടണത്തിൽ നിന്ന് ഏകദേശം 120 മൈൽ പടിഞ്ഞാറായിട്ടാണ് ഈ എഫെസസ് പട്ടണം ഇരിക്കുന്നത്. ഏകദേശം 1000-ൽ പരം മൈലുകൾക്ക് ദൂരത്തിലാണ് റോമൻ സമൂഹമുള്ളത്. നാം പറഞ്ഞു ഒരിക്കൽ സമ്പന്നമായിരുന്നു ഈ പട്ടണം. കൊലോസ പട്ടണം ഒരിക്കൽ സമ്പന്നമായിരുന്നു. പല രാഷ്ട്ര നേതാക്കന്മാർ, അന്നത്തെ കാലത്തുണ്ടായിരുന്ന പല നേതാക്കന്മാർ കടന്നു വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടുത്തെ ഔഷധ ഗുണമുള്ള ചൂട് നീരുറവകൾ കൊണ്ടാകാം. കമ്പിളി ഉൽപാദനം, കമ്പിളി നിർമ്മാണം, അതിന്റെ നിറം ചേർക്കൽ, ഡൈ, ഇതെല്ലാം കൂടെ വളരെ പ്രസിദ്ധമാണ് കൊലോസ പട്ടണം. ഇത് ആവശ്യമുള്ള ചിലരെങ്കിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഓരോ പഠനത്തിന്റെ ആരംഭത്തിലും ഈ ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടില്ല. ബൈബിൾ പുസ്തകങ്ങൾ എങ്ങനെയാണ് ചരിത്രപരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിവരങ്ങൾ ആവശ്യമാണ്. വളരെ ശക്തമായൊരു സന്ദേശമാണ് ഈ ലേഖനം തരുന്നത്. എ സ്ട്രോങ് മെസ്സേജ്. എങ്കിൽ പോലും ഈ ഇടവക വാസ്തവത്തിൽ പല പ്രശ്നങ്ങൾ നേരിടും. അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ചില വലിയ പ്രശ്നത്തിന്റെ വക്കിലാണ് ഈ ഇടവക നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഏകദേശം 1000-ൽ പരം മൈലുകൾക്ക് അപ്പുറത്തു നിന്ന് ഒരാൾ കടന്നു വന്നാണ് പൗലോസിനോട് ഈ കൊലോസ് സഭയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ കുറച്ച് സങ്കീർണമാണ്. ദുരുപദേശത്തെ പൊതുവായി താക്കീത് ചെയ്ത് മുന്നറിയിക്കുകയായിരുന്നു ഈ ലേഖനത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശമെന്ന് നമുക്ക് തോന്നാം. ദുരുപദേശത്തെ പൊതുവായി താക്കീത് ചെയ്ത് മുന്നറിയിക്കുക, ഒരു വാർണിംഗ് ലെറ്ററാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കാണില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ കൊലോസ് സഭയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഒരു വീണ് എന്നല്ല, ഞാൻ പറയുന്ന ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകില്ല. ഇപ്പൊ ചില പ്രത്യേക വിഷയങ്ങൾ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു. നമുക്ക് കാണാം, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നിസ്സാരമായി കണ്ടില്ലെന്ന് വെച്ച് കടന്നു പോകുന്ന പലതും നാളെ നമ്മളെ വിഴുങ്ങിക്കളയുമെന്ന് പൗലോസിനറിയാം. അതുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു വാർണിംഗ് ആണ്. എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായി നമുക്കറിയില്ല. ഈ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞു. കൊലോസ് സഭയോട് ദൈവാത്മാവ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചും ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ്. അതിന്റെ റിലവൻസി വളരെ വലുതാണ്. കൊലോസ് സഭയിലേക്ക് ഒന്ന് അടുത്തു നോക്കിയാൽ ആത്മീക സമർപ്പണമുള്ള വളരുന്ന ഒരു ഇടവകയാണ് എന്ന് ഈ കൊലോസ് സഭയുടെ ഈ ലേഖനത്തിൽ നിന്ന് ആ സഭയെക്കുറിച്ച് നമുക്ക് കാണും. ഞാൻ കുറച്ച് ലിസ്റ്റ് പറയുമ്പോൾ കൊലോസ് സഭയുടെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തോടും നമ്മളായിരിക്കുന്ന കൂട്ടായ്മയോടും ഒന്ന് വിശകലനം ചെയ്ത് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ പറയുന്ന ഗുണങ്ങൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും പറയും. കൊലോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ കാണാൻ കഴിയുന്നത് ചില വാക്യങ്ങൾ വായിച്ചു സഹായിക്കണം. എനിക്ക് അത്രയും ശബ്ദം കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒന്നാമത് നമ്മൾ കണ്ടു, ആത്മീക സമർപ്പണമുള്ള വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഇടവകയാണ് കൊലോസിലെ സഭ. അവരെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരെ സംബോധന ചെയ്യുമ്പോൾ വിശുദ്ധർ, ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാർ. പൗലോസ് അല്ല അവിടെ സഭ സ്ഥാപിച്ചത്. ഇപ്പൊ നമ്മളെ നോക്കി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നീ ഒരു വിശുദ്ധയാണ്, നീ ക്രിസ്തുവിൽ വിശ്വസ്തനായ സഹോദരനാണ്. വിശ്വസ്തത നമുക്കറിയാം, നമ്മളെ ആശ്രയിക്കാൻ. നമ്മളെ ഒരിക്കലും പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല. വിശ്വസ്തത എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ കൊലോസയിലുള്ള ദൈവമക്കളെ കുറിച്ച് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിശുദ്ധരാണ്, ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരാണ്. ഈ തരത്തിലാണ് അവരെ അഭിസംബോധന ചെയ്തത്. വെറുതെ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന പോലെയൊന്നും ദൈവാത്മാവ് വിളിക്കില്ല. നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത എന്തൊക്കെ കള്ളത്തരം ചെയ്ത ആളെ പോലും നമ്മൾ പുണ്യവാളനെന്നും നീതിമാനെന്നും വിശുദ്ധെന്നും പറഞ്ഞ് സന്തോഷിപ്പിക്കും. ദൈവാത്മാവ് ചെയ്യില്ല. ഇപ്പൊ ദൈവാത്മാവ് ഇവരെ നോക്കി നിങ്ങൾ വിശുദ്ധരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരെന്ന് പറയുമ്പോൾ അത് അവരുടെ തന്നെ സാക്ഷ്യമാണ്. 4-ാമത്തെ വാക്യം കൊലോസ് ലേഖനം 1-ാം അധ്യായം, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്.
എന്തൊരു പ്രസ്താവനയാണത്. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയിൽ. അപ്പൊ അവിടെ 4-ാമത്തെ വാക്യത്തിൽ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം. അവിടെ തീർന്നില്ല, സകല വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹം. അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ അത് 6-ാം വാക്യത്തിന്റെ അവസാനത്തിൽ കാണാം, ഇത് സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. വീട്ടിന്റെ പുറത്ത് നിങ്ങൾ ബാനർ കെട്ടി വെക്കേണ്ട കാര്യമില്ല, ഈ വീട്ടിലത് താമസിക്കുന്ന ഒരു ദൈവ പൈതലാണ് എന്ന്. വീടിന്റെ വാതിക്കൽ 10 രൂപയ്ക്ക് കിട്ടുന്ന പ്ലേറ്റ് വാങ്ങിച്ച് ഒട്ടിക്കേണ്ട കാര്യമില്ല, യേശു വീടിന്റെ നായകനെന്ന്. ഇവരെക്കുറിച്ച് വ്യക്തമായി ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ കർത്താവ് യേശുവിലുള്ള വിശ്വാസം, ആ വിശ്വാസം പരസ്പരമുള്ള ബന്ധത്തിൽ പ്രകടമാകുന്നതായിട്ട് കാണാം. 6-ാമത്തെ വാക്യം, 6ഉം 8ഉം വാക്യങ്ങൾ വായിച്ചാൽ ആ സുവിശേഷം നമ്മൾ വാക്യം പഠിക്കുന്ന സമയത്ത് എത്തിയിട്ടില്ല. കൊലോസ് സഭയൊന്ന് പരിചയപ്പെടുകയാണ്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, ദൈവകൃപയെ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ. പക്ഷെ നമ്മുടെ നോട്ട്ബുക്കിൽ മാത്രമേ ദൈവകൃപ എന്ന വാക്ക് കാണൂ. ജീവിതയാത്രയിൽ ദൈവകൃപ, നമുക്കൊരിക്കലും അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ചരിത്രം നമുക്കുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ പൊതുവായി പറയുന്നതാണ്. പക്ഷെ പൗലോസ് ഇവരോട് പറയുന്നു, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. 8-ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചു. പൗലോസ് എടുത്തു പറയുകയാണ്, നിങ്ങൾക്കുള്ള സ്നേഹം ആത്മാവിന്റെ സ്നേഹമാണ്. Love is the fruit of the Holy Spirit. വെറും ബാഹ്യമായ ഇമോഷൻ ആയിരുന്നില്ല, വെറും പുറമേ കാണിക്കുന്ന ഒരു വൈകാരികമായ ഒരു അനുഭവമോ അനുഭൂതിയോ ആയിരുന്നില്ല ദൈവമക്കളായി നിങ്ങൾ പ്രകടമാക്കുന്ന സ്നേഹം. ഈ വികാരത്തിന് ആയുസ്സില്ല, വികാരത്തിന് വേരില്ല, അത് മണിക്കൂറുടെ ആയുസ് പോലുമില്ല. പക്ഷെ ഇവരുടെ സ്നേഹമെന്ന് പറയുന്നത്, ഇവിടെ സ്നേഹം ആത്മാവിനാലുള്ള സ്നേഹമാണ്. നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചു. ഇപ്പൊ ആത്മാവിൽ ഗലാത്യലേഖനത്തിൽ നമുക്കറിയാം, ആത്മാവിന്റെ ഫലം, അതിന്റെ മേജർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ലവാണ്. ആ സ്നേഹത്തിന്റെ ഉപവകുപ്പുകളാണ് ബാക്കിയുള്ള 8 ഫലങ്ങൾ. സ്നേഹത്തിന്റെ ഉത്ഭവം ദൈവാത്മാവിൻ്റെതാണ്, കൃത്രിമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥ സ്നേഹം, നിർവ്യാജ്യമായ അഗാപ്പേ സ്നേഹം ആത്മാവിന്റെ പ്രൊഡക്ഷനാണ്. അത് കൊലോസ സഭയിലുണ്ടായിരുന്നു. കൂടാതെ 13-ാം വാക്യം, കൊലോസ് ലേഖനം 1:13, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത. അപ്പൊ കൊലോസ് സഭ എവിടെയാണ്? ഇരുട്ടിന്റെ അധികാരത്തിലല്ല, ആയിരുന്നു, ദൈവരാജ്യത്തിലാണ്. കൊലോസ് സഭ ദൈവരാജ്യത്തിലാണെന്ന് പോലും സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു, ആ അധികാരത്തിൽ, ആ ആധിപത്യത്തിൽ, ആ ഭരണത്തിന്റെ കീഴിലായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങളെ ദൈവം വിളിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. അപ്പോസ്തലൻ എങ്ങനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ആക്ച്വലി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മളെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫ്രേസുകൾ നമ്മൾ ഉപയോഗിക്കാം, സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കാം. വാസ്തവത്തിൽ യേശു എന്ന ചക്രവർത്തിയുടെ നിയന്ത്രണത്തിൽ കീഴിലുള്ള പ്രജയാണെന്ന്, കർത്താവ് യേശുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്റെ സകല കാര്യങ്ങളും നടക്കുന്നതെന്ന്. അതുകൊണ്ട് യേശു പറഞ്ഞു, കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, കർത്താവ് എന്ന് പറഞ്ഞാൽ ലോർഡ്, മാസ്റ്റർ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. അപ്പൊ പൗലോസ് ഇവരെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. 1:22, നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നിങ്ങൾ ദൈവത്തോട് നിരപ്പ് അനുഭവിക്കുന്നവനാണ്. യു ആർ റിക്കൺസൈൽഡ് ടു ഗോഡ്. ഇത് പൊതുവായി ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന പ്രസ്താവനകളല്ല. ഇത് ഫാക്റ്റാണ്, വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. യു ആർ ഇൻ ഗുഡ് ടേംസ് വിത്ത് ഗോഡ്. ദൈവത്തോടെ നിരപ്പിലാണ് നിങ്ങളായിരിക്കുന്നത്, ശത്രുതയിലല്ല. എന്ത് മനോഹരമായ ഒരു പ്രഖ്യാപനമാണത്.
2-ാമത്തെ അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നത് 2:12 കൊലോസ്യ സഭയെ പരിചയപ്പെടണമെങ്കിൽ ഈ അവരുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ ആത്മീയ അവസ്ഥകളെയും വെളിപ്പെടുത്തുന്ന ഈ വാക്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൊലോസ്യ 2:12 പറയുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും നിങ്ങൾ സ്നാനത്തിൽ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച. സോ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വചനമനുസരിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിൽ വന്നിട്ടുള്ളവർക്കാണ്. അല്ലാത്തവർക്ക് ഇത് അക്ഷരങ്ങളാണ്, ഒരു പഠന സമയമാണ്. ഇതിനകത്ത് ജീവൻ ഉണ്ടാകില്ല, ജീവനില്ലാത്തതിന് വളർച്ചയില്ല, അതിങ്ങനെ പൊങ്ങിക്കിടക്കും. പക്ഷെ കൊലോസ്യ സഭയോട് പറയുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചൊഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വാസ്തവത്തിൽ യേശുവിനോട് ചേർന്നവരാണ്. അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ഇപ്പൊ ക്രിസ്തുവിനോടുകൂടെ ആത്മീയമായി നിങ്ങൾ ജീവിക്കുക. നിങ്ങളല്ല ഇപ്പോൾ ജീവിക്കുന്നത്. കൊലോസ്യ സഭയിലെ ഓരോ അംഗങ്ങളെ കുറിച്ച് പൗലോസ് എപ്പഫ്രാസിലൂടെയാണ് ഈ അറിവുകളെല്ലാം കിട്ടുന്നത്. പക്ഷെ ദൈവാത്മാവ്, എപ്പഫ്രാസിലുള്ള ദൈവാത്മാവ് തന്നെയാണ് പൗലോസിലുള്ളതും കൊലോസിലെ വിശ്വാസികൾക്കുള്ളതും. ആത്മാവിന്റെ ഇൻഫർമേഷൻ കറക്റ്റാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവ് നോക്കി ലേഖനം എഴുതി വെച്ചിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ കണ്ണാടി പോലെ. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ആത്മീകമായി ജീവിക്കുന്നവരാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. അതാണ് ആത്മീക ജീവിതം. സ്വയം ജീവിക്കുന്നതല്ല ആത്മീയ ജീവിതം. ക്രിസ്തുവിനോടുകൂടെ, അതായത് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നാം സ്പിരിച്വൽ ആകുന്നത്. നമ്മൾ ഫ്ലഷ്ലി ആണ്. ഞാൻ കഷ്ടപ്പെട്ട് ബൈബിൾ പഠിച്ചു, കഷ്ടപ്പെട്ട് ബൈബിൾ പ്രസംഗിച്ചു, അത് ഫ്ലഷ്ലി ആണ്, ജഡത്തിന്റെ അധ്വാനമാണ്. 3-ാം വാക്യം കൊലോസ്യർ 3:3 നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എത്ര അസന്നിഗ്ധമായി ശക്തമായി പ്രഖ്യാപിക്കുകയാണ് പൗലോസ് അവരോട്. അവരെക്കുറിച്ച് ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ആത്മീയ ജീവിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധരാണ്. നിങ്ങളെ പുറത്തു നോക്കിയാൽ കാണാം, യു ആർ വിസിബിൾ ഫ്രം ദ ഔട്ട്സൈഡ്, ബട്ട് ആക്ച്വലി യു ആർ ഇൻ ഗോഡ്. നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളെ ആർക്ക് കാണാമേല. മറ്റുള്ള നിങ്ങളുടെ ശരീരവും സൗന്ദര്യവും രൂപവും വസ്ത്രവും ഒക്കെ നോക്കി അളവുകളും മാർക്കിടും. അവർക്ക് ഈ ആത്മീക സത്യം കാണാൻ പറ്റില്ല. പൗലോസിനെ കാണാം, ദൈവാത്മാവുള്ളവർക്ക് കാണാം. നിങ്ങൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരാണ്. 3:12 കൊലോസ്യർ 3:12 അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മതി. അവിടെ 3 പ്രയോഗങ്ങൾ അവിടെ കാണാം. കൊലോസ്യ സഭയിലെ ഇപ്പൊ നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുന്നുണ്ട്, ഒരിക്കലും തെറ്റല്ല. നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്യം പറയുമ്പോൾ, ഒരു പ്രസ്താവന പറയുമ്പോൾ, അയ്യോ സോറി ഞാൻ അറിയാതെ പറഞ്ഞ്, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പിൻവലിക്കുന്നത് ദൈവാത്മാവ് പറയില്ല. നമ്മൾ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ വേഷക്കെട്ടലിൽ മയങ്ങിപ്പോകും. പക്ഷെ ദൈവാത്മാവ് ഒരാളെ കുറിച്ച് പറയുമ്പോ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ വൃതൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, മനസ്സിലോ എന്ന് പറഞ്ഞോട്ട് അവിടെ താഴോട്ടെന്ന് പറയുന്നത് കാണാം. 2 വാക്യം നമുക്ക് ഒരു വാക്യം കൂടെ നോക്കാം. 3:15 കൊലോസ്യർ 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇനി ശ്രദ്ധിക്കുക, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മികമായി ദൈവികമായി ഏത് കാര്യം ചെയ്യുമ്പോഴും എന്റെ സഹോദരനും സഹോദരിക്കും അത് എങ്ങനെയാണ് ഗുണമായി തീരുന്നത്? ബിക്കോസ് വി ആർ എ ബോഡി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അത് വേറിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലല്ല എന്നർത്ഥം. ഏക ശരീരത്തിന്റെ ഭാഗങ്ങളായിട്ട് പ്രവർത്തിച്ചവരാണ് കൊലോസ്യയിലുള്ളവർ. അപ്പൊ ഇവിടെ പൗലോസ് ഇവരോട് എഴുതുന്ന ഈ കത്തില് ഉപദേശം വിട്ടുകളഞ്ഞ അധാർമിക ജീവിതത്തിൽ വീണു പോയവർ എന്ന അർത്ഥത്തിലല്ല പൗലോസ് അവരെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേയില്ല. നിങ്ങൾ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു, ഉപദേശം വിട്ടുകളഞ്ഞു, അധാർമികമായ തിന്മയുടെ ലോകത്തിൽ നിങ്ങൾ വീണുപോയി എന്നവരെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ പൗലോസ് കാണാം, ഇങ്ങനെ പോയാൽ അത് സംഭവിക്കും, ഈ പോക്ക് പോയാൽ വീഴും.
കൊലോസ സഭയുടെ ആത്മിക അവസ്ഥയെ അപ്പോസ്തലന്മാരെ അറിയിച്ചത് എപ്പഫ്രാസാണ്. അവർക്ക് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചൊരു ദൈവദാസൻ എപ്പഫ്രാസ്. 1-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പരാമർശം നമുക്ക് കാണാം. കൊലോസ്യ ലേഖനം 1-ന്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവരെ പഠിപ്പിച്ചത് മുഴുവൻ എപ്പഫ്രാസാണ്. He was the teacher, he was the minister, he was the gospel representative. പൗലോസ് അവൻ ഞങ്ങളുടെ സഹഭൃത്യനാണ്. ഇതൊരു വലിയ സമൂഹമാണ് ദൈവവേലയിലായിരിക്കുന്നത്. പരസ്പരം കണ്ടുപോലും കാണില്ല ചിലപ്പോൾ. പക്ഷെ ഒറ്റ ലക്ഷ്യത്തെ യേശുവിനെ കുറിച്ച് പറയുകയും അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ ഉദ്ദേശത്തിലാണ് ഇവരെല്ലാവരും പങ്കെടുത്തിരിക്കുന്നത്. പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി, ശ്രദ്ധിക്കുക എന്താ പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാണ്. സോ ഹി വർക്ക്ഡ് വെരി ഹാർഡ്. ഈ എപ്പഫ്രാസ് ആണ് ഈ ഇടവകയുടെ ആരംഭത്തിന് കാരണമായി തീർന്നത്. അവിടെ ആത്മിക നന്മകളെ കുറിച്ച് പരാമർശിച്ചതോടൊപ്പം ഇടവകയുടെ ആത്മീയ നന്മകളാണ് ഇതിൽ നമ്മൾ പറഞ്ഞ 10 കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഓരോ അംഗങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻസ്, സാമ്പത്തികമായ പിന്നോക്കമായിരിക്കാം, കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാകില്ല, സമൂഹം അംഗീകരിക്കപ്പെട്ട സെലിബ്രിറ്റീസ് ആയിരിക്കില്ല, പക്ഷെ ഒരു ദൈവത്തിന്റെ മക്കളാണ്. ഇപ്പൊ ഈ ഇടവകയുടെ ആത്മിക നന്മകളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ആ ഇടവകയിലെ അംഗങ്ങളുടെ ചിന്താഗതിയിൽ ശ്രദ്ധിക്കാം. വിട്ടുപോയാൽ പോയി. എപ്പോഴും ഇതേപോലെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് തരില്ല ആരും. നമുക്ക് വായി തന്നിട്ടുണ്ട്, കൈ തന്നിട്ടുണ്ട്, സ്പൂണ് തന്നിട്ടുണ്ട്. കോരി ഭക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിൽ പട്ടിണി കിടക്കും. ഇടവകയുടെ ആത്മിക നന്മകളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ആ ഇടവകയിലെ അംഗങ്ങളുടെ ചിന്താഗതിയിലെ ചില അപകട സാധ്യത വരുന്നത് മനസ്സിനകത്തൂടെയാണ്. നമ്മൾ ഇരിക്കുമ്പോൾ ആർക്കും കാണാൻ പറ്റില്ല എന്തായി മനസ്സിലൂടെ പോകുന്നതെന്ന്. ദൈവാത്മാവിന് പക്ഷെ കാണാം. ആ ഇടവകയിലെ അംഗങ്ങളുടെ ചിന്താഗതിയിലെ ചില അപകട സാധ്യതകൾ എപ്പഫ്രാസ് വന്നിട്ട് പൗലോസിനെ അത് അറിയിക്കുകയാണ്. അപ്പോസ്തല അവരുടെ പോക്കിപ്പോ ഇങ്ങനെയാണ്. എനിക്കറിയാം അവരങ്ങനെ അധികം നാൾ പോകില്ല എന്ന്. ഇതെല്ലാം പൗലോസിനെ അവർ അറിയിക്കുകയാണ്. ഇവിടെ ചിന്താഗതി നമ്മളത് ഈ കൊലോസ്യർ പഠിക്കുമ്പോൾ ഈ ബാഹ്യമായുള്ള അവസ്ഥകൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപകട സാധ്യതകൾ പൗലോസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മറക്കരുത്, ഇതുവരെ അവർ സത്യം വിട്ട് തെറ്റിപ്പോയി എന്നല്ല പറയുന്നത്, പക്ഷെ ഇനി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ബൈബിൾ വായനയോ പ്രാർത്ഥനയോ എന്തിനെ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാകും. റോമലേഖനം 1 മറന്നുപോകും. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ല. എനിക്ക് 100 കൂട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പിന്നെ ബൈബിൾ വായിക്കാൻ പോകില്ല ഞാൻ. ആ ഒറ്റ സെന്റൻസ് എവിടെ ആരംഭിച്ചോ പിന്നെ ആൾ അധികം നാൾ കാണില്ല. എനിക്ക് 100 കൂട്ട സബ്ജക്റ്റിൽ 2 അരിയേഴ്സ് ഉണ്ട്, പിന്നെയല്ലേ ബൈബിൾ വായിക്കാൻ പോകും. ദൈവത്തിന്റെ പരിജ്ഞാനം സ്വീകരിക്കാൻ മനസ്സില്ലാതെ വരുമ്പോൾ ദൈവനെ എന്തിലേൽപ്പിച്ചെന്ന് പറയുന്നറിയാം? നികൃഷ്ട ബുദ്ധി. ഫസ്റ്റ് റാങ്ക് കിട്ടും, ലോകത്തിൽ പ്രസിദ്ധനാകും. ദൈവം നിന്റെ ബുദ്ധി നികൃഷ്ടമാണ്, നീ അധമനാണ്, അധംപതിച്ചവനാണ്, നിന്റെ നിരൂപണങ്ങൾ വ്യർത്ഥമാണ്, നിന്റെ ഹൃദയം ഇരുട്ടതാണ്, നീ വാസ്തവത്തിൽ മനുഷ്യനല്ല. ദൈവം മനുഷ്യനെ ഏത് തരത്തിലാണ് വിഭാവനം ചെയ്തത്, ആ അവസ്ഥകളൊക്കെ തകർത്ത് കളഞ്ഞ മനുഷ്യൻ. ഇപ്പൊ മനുഷ്യൻ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്ന ആരെക്കുറിച്ചായിരിക്കണം? ദൈവം എന്നതായിരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ദൈവത്തിന്റെ ഛായയിൽ രൂപകൽപ്പന ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സിലെ ചിന്തകളിൽ, ധ്യാനത്തിൽ, വിചാരത്തിൽ, വികാരങ്ങളിൽ, ആലോചനകളിൽ, അവന്റെ കണക്കൂട്ടുകളിൽ എല്ലാത്തിലും അവൻ നടുക്ക് നിർത്തേണ്ട, അവന്റെ ഇക്വേഷന്റെ നടുക്ക് വേണ്ടത് ദൈവമാണ്. ദൈവമില്ലാതെ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും വിജയിക്കില്ല. ദൈവത്തെ കൂടാത്ത ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആകില്ല. ദൈവമില്ലാത്ത ഒരു അന്വേഷണങ്ങളും ഉത്തരം തരില്ല. പൊള്ളയാണ്. രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുന്നത്. ഇപ്പൊ ഇവര് സത്യം വിട്ട് തെറ്റിപ്പോയി എന്നല്ല പറയുന്നത് ഈ സഹോദരവർഗം, പക്ഷെ അവരുടെ അശ്രദ്ധ അവരെ വഴി തെറ്റിക്കുവാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവർ അപകടത്തിൽപ്പെടും. ദൈവന്റെ മുന്നറിയിപ്പിന്റെ ഒരു പുസ്തകം കൂടിയാണ്. ചില ലേഖനങ്ങൾ മുന്നറിയിക്കുക, വീണ് കിടക്കുക എന്നല്ല അവിടെ ഉദ്ദേശം പറയുന്നത്. അവരിങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ, കഴിഞ്ഞ ദിവസം പദ്ധതി കണ്ടു, 200
ഏത് ബൈക്കിന്റെ കാര്യം ശില്പം ഞാൻ പറഞ്ഞത്? ഏതൊരു ബൈക്ക്? 200 ബൈക്ക് വാങ്ങിച്ചിട്ട് 150 പേര് മരിച്ചു പോയെന്നാണ് ഇരിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയാണ് പറഞ്ഞത്. യാതൊരു കാരണവശാലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുതെന്നൊക്കെ പറയുകയും ചെയ്യും. 250 ഡ്യൂക്ക് ബൈക്ക് ഉപയോഗിച്ചിട്ട് 150 പേർ ജീവനോടെ ഇല്ല. ഇതാണ് നമ്മുടെ ലോകം. വേണ്ട, എടാ മോനെ മോളെ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാകില്ല. അപകട സാധ്യത മുന്നിൽ കാണാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവിടെ അശ്രദ്ധയാണ് വഴിതെറ്റിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ശ്രദ്ധയില്ലാത്ത, നമ്മൾ ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു, ശ്രദ്ധയില്ലാത്തത് അശ്രദ്ധ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, പഠിക്കാനിരിക്കുമ്പോൾ, പടം വരയ്ക്കുമ്പോൾ, കണക്ക് കൂട്ടുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ അശ്രദ്ധ. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പൗലോസ് മുന്നറിയിക്കുകയാണ്. ഇവിടെ 2-ാം അധ്യായത്തിലെ 4 മുതൽ 23 വാക്യങ്ങൾ ഇവിടെ നമുക്കിത് വായിക്കുന്നില്ല. 2-ാം അധ്യായത്തിലെ 4-ാം വാക്യം മുതൽ ആരംഭിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക. സമയമെടുപ്പം വായിച്ചു നോക്കിയാൽ മതി. വരാൻ പോകുന്ന അപകടത്തിന്റെ മുന്നറിയിപ്പുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പ്രത്യേക ചില ആചാര അനുഷ്ഠാനങ്ങളുടെ ചുറ്റുമുണ്ട്. വശീകരണ വാക്കുകളുണ്ട്, തത്വജ്ഞാനമുണ്ട്. ചില മനുഷ്യരുടെ ചുറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പോയാലൊന്നും പോരാ, നിങ്ങൾക്കൊരു വലിയ കുറവുണ്ട്, നിങ്ങൾ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. കർത്താവിനെ കൊണ്ട് മാത്രം ഒന്നിനും പറ്റില്ല. ഈസ് നോട്ട് സഫിഷ്യന്റ്. ക്രിസ്തു മാത്രം പോരാ. ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്, ദൂതന്മാരുടെ കാൽക്കൽ വീണൊന്ന് ആരാധിക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 23 വരെ പറയും. ഇതൊക്കെ അധ്യായത്തിൽ വരാനുള്ളതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നല്ല, പക്ഷെ ഇതുമായിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തിക്കൊണ്ട് നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് സമൂഹം. കൊലോസ്യ പട്ടണത്തിലുള്ള ദൈവമക്കൾക്ക് ചുറ്റും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്ലേറ്റിൽ നിരത്തിക്കൊണ്ട് വലിയ സമൂഹം നിരന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് ബലഹീനനായി തീരുന്നതെന്ന് സാത്താൻ അറിയാം. ദൈവവചന വായനയും പ്രാർത്ഥന ജീവിതം ഇല്ലാത്തൊരു മനുഷ്യൻ അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബാലൻസ് കൊണ്ട് എത്ര നാൾ ജീവിക്കും? വൃത്തിവെച്ച ഭക്ഷണം എത്ര ദിവസം ഉപയോഗിക്കും? കഴിഞ്ഞ ആഴ്ച ഞാൻ വിശ്വസ്തനായിരുന്നു, ബൈബിൾ സന്ദേശം പഠിച്ചു, വചനം അനുസരിച്ചു, എഴുതി ആരാധിച്ചു, ദൈവവചനം ധ്യാനിച്ചു. അത് എത്ര നാൾ കാണും? ഓരോ ദിവസവും ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് എ ഡെയിലി എക്സസൈസ്. രാവിലെ ആശുപത്രി ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂർ നടക്കണമെന്ന്. ഡെയിലി നടക്കണം. ആത്മീക അഭ്യാസം ഡെയിലി വേണം. കഴിഞ്ഞ കാലത്തിൽ ബാലൻസിൽ നിൽക്കില്ല, ജീവിക്കാൻ പറ്റില്ല. ഇന്ന് ദൈവം എന്നോട് എന്താ പറഞ്ഞത്? എന്റെ ആത്മാവിന്റെ സന്ദേശം എന്തായിരുന്നു? ഞാൻ ആത്മാവിന് ഭക്ഷണം കൊടുത്തോ? ഇന്ന് കൊടുത്തില്ല. അപ്പൊ ഇവിടെ എഴുതിരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും കടിച്ചു പിടിച്ച് താങ്ങി പിടിച്ചൊക്കെ സ്ട്രക്ചറിൽ നിന്നു. നാളെയും ആഹാരം കൊടുത്തില്ല. മറ്റന്നാൾ ഇഞ്ചക്ട് ചെയ്താലും കയറില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ആള് കാര്യമായി. സ്പിരിച്വലായിട്ടാണ് ഡെഡായി. ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, സ്പിരിച്വലായിട്ട് കൊടുക്കേണ്ട ഒരു ആഹാരവും കൊടുത്തില്ല. അതുകൊണ്ട് യേശു മത്തായി 4:4 പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുകയാണ്. ഇപ്പൊ കൊലോസ്യരോട് പറയുന്നത് ഒരു സീക്രട്ട് വാക്കുണ്ട് ഇതിനകത്ത്. നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുക. നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുക. ഹോൾഡ് ടു ജീസസ്. വേറെ ആരെയും നിങ്ങൾക്ക് വേണ്ട, വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ പ്ലേറ്റുമായിട്ട് അനേകം ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്. തത്വചിന്ത, വശീകരണ വാക്കുകൾ, ഇപ്പൊ ഈ ഭക്ഷണ കാര്യത്തെ കുറിച്ചുള്ളത്, ദൂതന്മാരുടെ ആരാധന, ഇങ്ങനെ പലതും നിങ്ങളുടെ ചുറ്റുമുണ്ട്. പലതും നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. യു നീഡ്. നമ്മൾ പാടിയ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി. യേശു മതി, എനിക്ക് യേശു മതി. എല്ലാ പ്രശ്നത്തിന്റെ ഉത്തരം അവിടെയാണ്. മനുഷ്യരുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം യേശുവിനാണ്. ഇത് നമ്മൾ കൈവിട്ടാൽ, യേശുവും വേണം, പക്ഷെ ബദറെ ഇതും കൂടെ വേണം. യേശു കൂടെ വരില്ല. യേശു മറ്റെന്തിൻ്റെയും കൂടെ യേശു കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. യേശുവിനെ മുറുകെ പിടിക്കുക. പൗലോസിന് കൊലോസ്യരുള്ളവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. കാരണം നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന, ശ്രദ്ധിക്കരുത്, നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന, പിന്നിലൂതവ ഉപേക്ഷിച്ചതായ ആചാര വ്യവസ്ഥകൾ, സംസ്കാരങ്ങൾ ഇന്ന് വളരെ ശക്തിയായി
അവരെ സ്വാധീനിക്കുവാനും അവർക്കത് ആകർഷണീയമായി തോന്നുകയും ചെയ്യുന്ന വിധത്തിൽ അവിടെ ചുറ്റുമിങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ട്. കർത്താവിനോടുള്ള ഭക്തിയും ശ്രദ്ധയും സ്നേഹവും കുറഞ്ഞാൽ ഈ ചുറ്റുമുള്ളതൊക്കെ എന്തായിട്ട് തോന്നും? ആകർഷണീയമായി തോന്നും. ആ പഴം ഒന്ന് പറിച്ച് തിന്നാലെന്താ? അവൻ പറഞ്ഞത് നല്ലതാണെന്നാണ്. ദൈവവുമായുള്ള ബന്ധം എവിടെ ഡൈല്യൂട്ടഡ് ആകുമോ, എവിടെ കുറച്ച് താഴേക്ക് പോകുമോ, മറ്റ് പലതും പ്രധാനമുള്ളതാണ്. കർത്താവുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ മറ്റു പലതും നല്ലതായും ഗുണമായും തോന്നും. ഇത് പൗലോസിന്റെ ആത്മിക അനുഭവത്തിൽ നിന്നറിയാം. അതുകൊണ്ട് ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊലോസിലുള്ള പ്രാദേശിക ഇടവക രൂപപ്പെട്ടു വരാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എപ്പഫ്രാസ്. നമ്മൾ കണ്ടു, അദ്ദേഹം കൊലോസ്യ പട്ടണക്കാരനാണ്. അതിന്റെ 4-ാമത്തെ 12-ാം വാക്യത്തിൽ പൗലോസ് അവനെ കുറിച്ച് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ്, അവന്റെ ജീവിതം യേശുവിന്റെ ദാസ്യവേലയ്ക്കാണ്. ഈ ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് വേറെ ഒന്നിന്റെയും അടിമയായിട്ട് ജീവിതത്തിന് വിജയമില്ല. ജീവിക്കുന്നത് യേശുവിന്റെ അടിമയായി ജീവിക്കണം. ഒരു സാങ്കേതിക വിദ്യയുടെയോ ഫിലോസഫിയുടെയോ മറ്റേതെങ്കിലും കലാപരമായ കഴിവ് ഒന്നിന്റെ അടിമയാകരുത്. യേശുവിന്റെ അടിമയായി ജീവിക്കണം. നിങ്ങൾ ഒരുത്തരായ ക്രിസ്തുവേശുവിന്റെ ദാസനെ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന എന്താണെന്ന് അറിയാം? 12-ാം വാക്യത്തിൽ എഫേസ്യർ 4 അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? അദ്ദേഹത്തെ പലരും ഉപദ്രവിച്ചവരുണ്ടാകും, ഇഷ്ടമില്ലാത്തവരുണ്ടാകും, വേദനിപ്പിച്ചവരുണ്ടാകും. എങ്കിലും താൻ ദൈവത്തിന്റെ ദാസനായതുകൊണ്ട് ഹൃദയത്തിലെ മനസ്സിന് കയ്പില്ലാത്ത അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും എന്തൊരു പ്രസ്താവനയാണത്! ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം. ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ, ദൈവമേ നിന്റെ ഹിതം എന്നെക്കുറിച്ച് എന്താണ്? ഒരു പ്രാസംഗികനല്ല, മറ്റൊന്നുമല്ല, ശരി, ഒരു ദൈവ പൈതലായ എന്നെക്കുറിച്ച് നിന്റെ ഹിതം എന്താണ്? ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുകയാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥന പോരാടണം, എങ്കിലേ സാത്താൻ പിൻവലിയുക. അഭ്യാസങ്ങളുടെ മുമ്പിൽ അവൻ തോറ്റിട്ടുള്ളൂ. മയങ്ങി കിടക്കുന്നതിന് മുമ്പിൽ അവൻ ഒരിക്കലും തോറ്റിട്ടില്ല. ഇവൻ പോരാടുകയാണ്. എപ്പഫ്രാസ് കൊലോസ പട്ടണക്കാരനായ ഈ മനുഷ്യൻ. ഇപ്പോൾ ആ കൂട്ടമേ നേരിടുന്ന പ്രതിസന്ധി ഗുരുതരമാണ്. ചുമ്മാതല്ല, 1000-ൽ പരം മൈലുകളാണ്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. 1000-ൽ പരം മൈലുകൾക്ക് അപ്പുറത്താണ് എപ്പഫ്രാസ് ഇരിക്കുന്നത്. ഇപ്പുറത്താണ് റോമ പട്ടണത്തിൽ പൗലോസ് ഇരിക്കുന്നത്. പൗലോസ് ഇവിടെ കണ്ടിട്ടില്ല. പൗലോസിന്റെ മുഖം പലരും കണ്ടിട്ടില്ല. പൗലോസല്ല ഇപ്പോൾ ഈ സഭയിൽ സ്ഥാപിക്കുവാൻ ദൈവത്തിൽ ഉപയോഗിക്കപ്പെട്ടവൻ. പക്ഷേ സഭ നേടുന്ന ഈ പ്രശ്നത്തിന് ഒരു വ്യക്തമായ വ്യാഖ്യാനവും വിശദീകരണവും അർത്ഥവും ഒക്കെ കിട്ടണമെങ്കിൽ എപ്പഫ്രാസിന് അറിയാം. താൻ നേരത്തെ പരിചയമുണ്ടായിരിക്കും പൗലോസിനെ. പൗലോസിൻ്റെ അടുക്കൊന്ന് പോകണം, കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. ജീവിതത്തിൽ പ്രധാന പ്രതിസന്ധികൾ നേരിടുമ്പോൾ മനഃശാസ്ത്രം റെഡിയാണ്, ഡോക്ടർ ബോർഡ് വെച്ചവിടെ ഇരിപ്പുണ്ട്, രാഷ്ട്രീയക്കാരൻ അവിടെ ഇരിപ്പുണ്ട്, കൗൺസിലർ ഇരിപ്പുണ്ട്, മറ്റവർ ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. യേശുവിന്റെ അടുക്കൽ മാത്രം പോകാൻ ആർക്കും താല്പര്യമില്ല. പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ 1000-ൽ പരം മൈലുകൾ സഞ്ചരിച്ച് പൗലോസിനെ കാണാൻ വന്നു. അത് തടവറയിലുള്ള പൗലോസ് പുറത്തിറങ്ങിയിട്ട് കാണാൻ വിചാരിച്ചില്ല. എന്ന വിഷയം ഗൗരവമാണ്. ദൈവത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന്, ഭക്തിയിൽ നിന്ന് മക്കള് പിന്നോക്കം പോകുന്നു, വഴിതെറ്റി തെറ്റി താഴേക്ക് പോകുന്നു അറിഞ്ഞ ഉടൻ തന്നെ അവിടെ സ്റ്റോപ്പ് ഇടണം. ദൈവത്തെക്കാൾ വലുതല്ല ഒരു മക്കളും, ഒരു ഭാര്യയും, ഒരു ഭർത്താവും. ഇപ്പൊ എപ്പഫ്രാസ് പ്രേരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. ഇവിടെ സത്യവിരുദ്ധമായ ചില വിഷയങ്ങൾ ഇടവകയെ നശിപ്പിക്കാതിരിക്കുന്നതിനുള്ള മുന്നറിയിപ്പുകൾ തനിക്ക് കൃത്യമായ ക്ലാരിറ്റി വേണം. ഒരു അപ്പോസ്തലത്തിൽ ചെല്ലുകയാണ്. അപ്പോസ്തലന് അത് നൽകപ്പെട്ടു. നമ്മൾ പറഞ്ഞ് നേരത്തെ പരാമർശിച്ച പോലെ ജാതികളും യഹൂദന്മാരും എല്ലാം ഇടകലർന്ന ഒരു ജനസംഖ്യയാണ് കൊലോസ്യ പട്ടണത്തിലുള്ളത്. ഇപ്പൊ പുറജാതികളുടെ അസംഘടിതമായിട്ടുള്ള പല മതസ്വാധീനങ്ങൾ ഈ പട്ടണത്തിലുള്ളവർക്കുണ്ട്. നമ്മൾ അധികം നീട്ടുന്നില്ല. പുറജാതികളുടെ ലോകത്ത് നിന്ന് കുറേ ആൾക്കാർ, അവിടെ ദേവന്മാർ അനവധിയാണ്. ഇത് ആ ലിസ്റ്റ് ഒന്നും ഇപ്പം പെട്ടെന്ന് പറയുന്നില്ല. കൊലോസ് 1:21 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. കൊലോസർ 1:21 കൊലോസർ 1:21 മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, പുറജാതികളുടേതായ അസംഘടിതമായ മതവ്യവസ്ഥ,
അതുകൊണ്ട് അവിടെ സംസ്കാരത്തെ പോലെ ദേവന്മാരും ദേവതകളുമുണ്ട്, ആയിരക്കണക്കിനുണ്ട്. ഈസീസ്, സെറാപ്പീസ്, ഹോലിയോസ്, ഡെമിറ്റർ, നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം, തുടങ്ങിയ പല ദേവന്മാരെയും ദേവതകളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് യവന രാജ്യത്ത്. അതിന്റെ സ്വാധീനം ഒരു വശത്ത് ഇതിൽ നിന്നൊക്കെ ഒരു പക്ഷേ പണ്ട് ഇതിലായിരുന്നവരായിരിക്കാം. അതിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷം അവരെ വിളിച്ച് വേർതിരിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴും ആ കെട്ടത്തിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ, മണിശബ്ദം കേൾക്കുമ്പോൾ, കുന്തിരിക്കത്തിന്റെ സുഗന്ധം കേൾക്കുമ്പോൾ അറിയാതെ തലയിന്ന് കുരുങ്ങുന്നു. ആ വ്യക്തിയുടെ പറഞ്ഞ ഫോക്കസ് ചെയ്ത് അധിക നാളും വേണ്ട വ്യക്തിയെ തിരിച്ചു പിടിക്കാം, ഉള്ളി നിശ്ചയില്ല. ഇതേപോലെ ഈ വിഗ്രഹാരുടെ നിറഞ്ഞടക്ക ലോകത്തിന്റെ നടുവിലാണ് ഒരു വശത്ത് ആരാധന മൂർത്തികൾ റോമൻ കാലഘട്ടത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഇപ്പൊ ക്രിസ്തുവിൽ ശ്രദ്ധിക്കുക, ഒരു കീ പോയിന്റ് ഇതാണ്: ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ എത്തിച്ചേർന്നുവെങ്കിലും ഉപേക്ഷിച്ച പഴയ ആചാരാനുഷ്ഠാനങ്ങൾ, സ്ഥലങ്ങള്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, മാതാപിതാക്കള് ചുറ്റും കാത്തു നിൽക്കുന്നുണ്ടാണ്. എനിക്ക് അവളെ തിരിച്ചു പിടിക്കണം, ഈ വിഗ്രഹാലയത്തിലേക്ക് അവരെ തിരിച്ചു പിടിക്കണം. എന്തും ഏതും നദിയൊരു കടക്കും, ഏതൊരു യാത്ര ചെയ്യും, നമ്മളെ തിരിച്ചു പിടിക്കും. പക്ഷെ നമ്മൾക്ക് ബോധം വേണം. അതുകൊണ്ട് പൗലോസ് നിങ്ങൾക്ക് ആര് മാത്രം മതി? ക്രിസ്തു മാത്രം, ക്രിസ്തു മാത്രം മതി. ഇപ്പൊ പുറജാതികളുടെ അസംഘടിത മത വ്യവസ്ഥയിലേക്കുള്ള പിന്മാറ്റ സാധ്യത എപ്പഫ്രാസ് മനസ്സിലാക്കി. ഒരു യഥാർത്ഥ ദൈവദാസന് മനസ്സിലാക്കാൻ പറ്റും ഈ പോക്ക് എങ്ങോട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ സന്തോഷിക്കും, കുഴപ്പമില്ല, അതിനേലും പോട്ടെ. പക്ഷെ ദൈവദാസൻ പറഞ്ഞിരിക്കുക അവിടെ, ഈ പോക്ക് എങ്ങോട്ട് പോകും, എത്ര നാൾ പോകും? ക്ലാസ്സിൽ പറയാറുണ്ട്, മാതാപിതാക്കൾ കൈപിടിച്ച് സഭയിലേക്ക് കൊണ്ടുവരുന്ന നാൾ വരെ നിങ്ങൾ കൊണ്ടുവരും, നിങ്ങൾ വരും, അവർ നിങ്ങളുടെ കൈവിടുന്ന ഒരു പ്രായം വരും. ഇനി എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കണ്ട, അത് നിങ്ങൾ തന്നെ സ്വയം നടന്ന് സഭയിലേക്ക് വരും. സ്വയം നടന്ന് ബൈബിൾ വായിക്കാൻ വരുമോ? മാതാപിതാക്കൾ കൈപിടിച്ച് കൊണ്ടുവന്ന നാളിൽ അവർ നിങ്ങൾ കൂടെ നിന്ന് ഒക്കത്തിരുന്നു കൂടെ കൊണ്ടുവന്നിരുന്നു. സ്വയം അവർ നടക്കുന്ന ഒരു പ്രായമെത്തുന്നു. ഇനി അവരുടെ ഉള്ളിൽ ഒരു ബോധം വേണം, അവരുടെ ഉള്ളിൽ ഒരു ആവശ്യം വേണം, എനിക്ക് ദൈവം വേണം, എനിക്ക് ദൈവം വേണം. എല്ലാവരേക്കാളും ഉപരി എനിക്ക് ദൈവമാണ് ജീവിതം നേരിടാൻ എനിക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് 3 വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുറജാതികളുടെ സ്വാധീന വലയത്താൽ, ആകർഷണത്താൽ, സ്വാധീനത്താൽ ഇവർ പിന്മാറും എന്ന് എപ്പഫ്രാസ് എന്ന ദൈവവൈദ്യന് മനസ്സിലായി. ഇവിടെ കൃത്യമായ ശാസന താക്കീത് അവർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. കൊലോസ്യർ 1:23, 2:6, 3:2. കൊലോസ്യർ 1:23 അതുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെയും ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുപിടിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ. ആദ്യം ഒന്ന് വേരുറക്കി, പുറത്ത് നടന്ന പണി നിർത്തും. നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും, ശ്രദ്ധിക്കുക വാക്കിലെ പ്രയോഗങ്ങൾ എങ്ങനെയാണ്, അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിന്നുകൊണ്ടാൽ നിങ്ങളുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലാണ്. എൻ്റെ വിശ്വാസ ജീവിതം തകരണോ നിൽക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. അതിന് വേണ്ട വളവും വെള്ളവും കരുതലും കാവലും ശ്രദ്ധയും സമർപ്പണവും ഞാൻ കൊടുത്താൽ ഞാൻ നിൽക്കും, യാതൊരു സംശയമില്ലാതെ. തുടർന്ന് നിലനിന്ന് കൊണ്ടാൽ, അങ്ങനെ നിങ്ങൾ അടുത്തെന്താ എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ അവന്റെ മുമ്പിൽ പോയി നിൽക്കില്ലെങ്കിൽ നിൽക്കില്ല. ഈ ഓടിയതൊക്കെ എന്തിനാണ്? 80 വർഷത്തെ ജീവിതത്തിൽ 75 വർഷം ആത്മീയനാണെന്ന് പറഞ്ഞു നടന്നു. പക്ഷെ അവസാനം 5 വർഷം കളഞ്ഞിട്ട് പോയി. ഒരിക്കലും സ്വീകരിക്കില്ല. അവന്റെ മുമ്പിൽ പോയി നിൽക്കണം. യോനിയുടെ വാക്യങ്ങളിലേക്ക് വരെ 2:6 അതുകൊണ്ടാണ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അതിന്റെ അത് നഷ്ടപ്പെടുത്തരുത്. ആ കൂട്ടായ്മ മനുഷ്യരുടെ കൂട്ടായ്മ കിട്ടിയെന്ന് വരില്ല. ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും, തിമിംഗലത്തിന് വായിപ്പോയാലും, കപ്പലിന്റെ അടിത്തട്ടി പോയാലും, സർവ്വവ്യാപിയായ ദൈവത്തിന്റെ കൂട്ടായ്മ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയും. ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ, 3-ാമത്തെ 2-ാം വാക്യം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഈ പിന്മാറുന്ന, പുറകോട്ട് വഴുകുന്ന ഇതൊരു വഴുവഴുപ്പാണ്. പിന്നിലേക്ക് അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അവസ്ഥകളെ കണ്ടുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ വീഴാതിരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വീഴരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, പിടിച്ചിരിക്കുന്നു വിചാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിടിച്ചിട്ടുണ്ടോ എന്ന്. കൈ ടൈറ്റാണോ എന്ന് പിടിച്ചു നോക്കണം. ചോർച്ചയില്ലേ കയ്യിൽ?
ഒരു നല്ല സുഹൃത്ത് വന്നാൽ ആൺ സുഹൃത്താകാം, പെൺ സുഹൃത്താകാം. അവരെ പെൺ സുഹൃത്തിനെ ആൺ സുഹൃത്തിനെ കാണുമ്പോൾ കൈയൊന്ന് അയച്ചു കൊടുക്കുന്നില്ലേ? കയ്യിൽ നിന്ന് പോകില്ലേ ഇത്? എന്ത് വന്നാലും കൈവിടരുത്. ഹോൾഡ് ഓൺ ടു ജീസസ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. എഫെസോസിലാകാനാണ് സാധ്യത. കാരണം 3 വർഷം പൗലോസ് ചെലവിട്ട എഫെസോസിലാണ്. അത് എഫെസോസ് പട്ടണം കൊലോസിയസ് പട്ടണത്തിൽ സുവിശേഷം കടന്നു വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യം സുവിശേഷം കേട്ട പട്ടണമാണ് എഫെസോസ്. ഇത് 3 ഏകദേശം ഒരേ സ്ഥലത്ത് ഏഷ്യ മൈനറിൽ പൗലോസ് സുവിശേഷ പ്രസംഗവുമായിട്ട് 3 വർഷം ചെലവിടുമ്പോൾ ഏഷ്യ മൈനർ തൊട്ടടുത്ത് കിടക്കുന്ന 3 സ്ഥലങ്ങളാണ്. ഏതൊക്കെ പേര് പറഞ്ഞ്? ലാവോദിക്ക, ഹൈറപ്പോളിസ്, കൊലോസി. സ്നേഹസമ്പന്നായ അത്യുന്നതനായ മഹോന്നതനായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായ കർത്താവേ, തിരുവമ്പുരിത മക്കളായിരിക്കുന്നു വലിയൊരു അത്യുന്നതനുമായ അങ്ങയെ സ്തുതിക്കുന്ന അങ്ങേരിക്കുന്ന പാതകളെ ചിന്തിക്കുന്നു. അങ്ങയുടെ പുത്രൻ്റെ വചനങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനും ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനും വീണ്ടും ഫിലിപ്പ് ലേഖനത്തിന് ശേഷം കർത്താവെ കൊലോസ് ലേഖനത്തിലേക്ക് ഞങ്ങൾ അടുത്തു നിൽക്കുന്ന കർത്താവ്, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിന് ദൈവമേ ഇളക്കം ഭവിക്കാതെ വണ്ണം ഉറപ്പും നിശ്ചയമുള്ളവരായി ഞങ്ങൾ ആയിരിക്കേണ്ടതിന് വിശ്വാസത്തിൽ ശക്തിയും ദൈവവിജ്ഞാനവും യഥാർത്ഥ ദൈവഭക്തിയും ഞങ്ങൾക്ക് ആഴമായ ദൈവം ഞങ്ങൾക്ക് വളർത്തിയെടുക്കേണ്ടതിന് ദൈവം ഞങ്ങളുടെ മൂക്കിലെ ശ്വാസം നിലയ്ക്കുമ്പോഴേയും അങ്ങയുടെ വചനവും ജ്ഞാനവും വചന പഠനവും ദൈവമേ യഥാർത്ഥത്തിലുള്ള വിശ്വാസ ജീവിതം നിങ്ങൾക്ക് എത്ര അനിവാര്യമാണെന്ന് ഞങ്ങൾ ദൈവമേ പഠനത്തിലൂടെ കാണുന്ന കർത്താവേ, ദൈവമേ കർത്താവെ ഞങ്ങൾക്കെല്ലാം ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ പോലും ദൈവമേ കൊലോസ് ലേഖനത്തിൻ്റെതായ പഠനത്തിൽ ദൈവമേ ദൈവഭക്തരായ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവാത്മാവിന് തന്നെ ദൈവമേ ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് പ്രബോധിപ്പിച്ചു നടത്തുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പിന്നിൽ ദൈവജനത്തിൻ്റെ പിന്നിൽ ഒരു ദൈവ തകർച്ചയ്ക്കും ഒരു നാശത്തിനുമുള്ള സാധ്യത കണ്ടുകൊണ്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് ഓരോ ലേഖനങ്ങളും ദൈവാത്മാവ് ഞങ്ങൾക്ക് പ്രബോധിപ്പിച്ചു തരുന്നു. ദൈവമേ ഈ 21-ാം നൂറ്റാണ്ടിലായിരിക്കുന്ന കർത്താവിൻ്റെ സഭയ്ക്കും ദൈവമേ ഇത് എഴുതുന്ന കാലഘട്ടത്തിലുള്ള അതേ ദൈവമേ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെ കർത്താവെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവെ ഞങ്ങൾ കൂടുതൽ ജാഗരൂകരാകുവാൻ ദൈവം ഞങ്ങളായിരിക്കുന്ന പ്രാദേശിക കൊളോസ്യ ദൈവസഭ പോലെ തന്നെ ഞങ്ങൾ കൂടുതൽ കർത്താവിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് കർത്താവിൽ കൂടുതൽ കർത്താവിന്റെ ഏകാഗ്രതയിൽ ദൈവം ഞങ്ങൾ പ്രിയം വെച്ച മക്കളായി നിലനിൽക്കേണ്ടതിന് ഞങ്ങൾക്ക് ഏറ്റവും ദൈവവചന പഠനം ആവശ്യമായിരിക്കുമ്പോൾ കർത്താവെ ഇതൊരു പഠനമായിട്ടല്ല, ഞാൻ എന്ന വ്യക്തി വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് ഈ വചന പഠനം ആവശ്യമാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ തന്നെ കർത്താവെ വചനം പഠിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ശക്തിപ്പെടുവാനും കർത്താവെ പ്രാർത്ഥനയിൽ വളരുവാനെല്ലാം ഞങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ഇപ്പോൾ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ മുന്നറിയിപ്പും അതിൻ്റെ ഓരോ കാര്യങ്ങളും സഭയെ ദൈവമേ അറിയിക്കുമ്പോൾ അതെല്ലാം ദൈവം കർത്താവെ സഭ അവഗണിക്കാതെ ദൈവമക്കൾ അവഗണിക്കാതെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവമേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഗൗരവത്തോടെ എടുക്കുന്ന ദൈവമേ ആ ചിത്രം ഞങ്ങൾ കാണുന്ന കർത്താവെ ഞങ്ങൾക്കത് ആവശ്യമാണ്. അത് ഞങ്ങൾ എടുക്കുവാൻ സഹായിക്കണം. വീഴാതെ വണ്ണം മഹിമാസനയിൽ ഞങ്ങൾ നിൽക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ ഞങ്ങളെ അതിനായി ഈ പഠനത്തിലൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി ഏൽപ്പിക്കുന്നു, സഭയായി സമർപ്പിക്കുന്ന കർത്താവെ ദൈവം ചെറിപ്പാർക്കുന്ന എല്ലാ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഓൺലൈനിലൂടെ എല്ലാം കേൾക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി ഞങ്ങളെ തന്നെ പരിശോധിക്കുവാൻ വ്യക്തിപരമായി മറ്റുള്ളവരെ പരിശോധിക്കുവാനുള്ള കർത്താവെ ഞങ്ങളെ തന്നെ പരിശോധിച്ച് ദൈവം നിങ്ങൾ വിശ്വാസത്തിന് ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുമെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ കർത്താവെ നന്ദി പറയുകയാണ്. കൊളോസിന്റെ ആ ദൈവമേ അധ്വാനത്താൽ ആ കൊളോസ്യ ദൈവമേ കർത്താവെ ആ സഭ ഉണ്ടായി
ആ സഭയെക്കുറിച്ച് അതിന്റെ അധ്വാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിക്കുള്ള മനോവേദനയും അദ്ദേഹത്തിനുള്ള ആ കരുതലും ദൈവമേ അപ്പോസ്തലനോടുള്ള ആ ദൈവസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവം അതിലൂടെ ദൈവാത്മാവ് തരുന്ന ആശ്വാസത്തിനും ദൈവ പ്രബോധനത്തിനും ദൈവം എല്ലാവിധ കൃപകൾക്കുമായി നന്ദി പറയുന്നു. കർത്താവ് വേണ്ടി ഞങ്ങൾക്ക് ദൈവത്തിനെ പഠിക്കുവാനും വെറുതെ എഴുതുകയല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമായി ഏൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ, എല്ലാ ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. പഠിപ്പിച്ച നിന്റെ മോഹനായ സ്തോത്രം, ആരോഗ്യബലം കൊടുത്തനായി നന്ദി, രോഗസൗഖ്യം കൊടുത്തനായി സ്തോത്രം. ദൈവപ്രകാരം സഭയിൽ എല്ലാ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു, വാർദ്ധക്യ മാതാക്കളെ എല്ലാവരും ഏൽപ്പിക്കുന്നു, രോഗാവസ്ഥയിലൂടെ കടന്നവരെ ഏൽപ്പിക്കുന്നു, യൗവനക്കാരെ ഏൽപ്പിക്കുന്നു, ദൈവ സഹോദരി സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദൈവം ഈ ദുഷ്ടലോകത്ത് അങ്ങേക്ക് വേണ്ടി ഒരു ശേഷിപ്പ് നിലനിൽക്കുവാൻ ദൈവം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ദൈവം ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ അധ്വാനം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുണ്ടാവാൻ ഇടയാക്കണം. മറ്റെല്ലാം നശിച്ചു പോവും. ദൈവമേ, ദൈവഭക്തനൊന്നൊക്കെ എഴുതിയിരിക്കുന്നവരെ അപ്രകാരമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഞങ്ങളെ സ്നേഹിച്ചവനായ സഭയുടെ നാഥനായ സഭയുടെ നടത്തിപ്പുകാരനായ സഭയുടെ അടിസ്ഥാനവും ദൈവ മൂലക്കല്ലും എല്ലാമായിരിക്കുന്ന കർത്താവും ദൈവാധികമായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ചുരുക്കമായി പ്രാർത്ഥന.